ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കഥ പറയുന്ന വസന്തകുമാർ സാംബശിവനെ കൂടാതെ ശ്രീ കൊട്ടറ രാജീവ് ഹാർമോണിയം, ശ്രീ രാജേന്ദ്രൻ കീബോർഡ്, ശ്രീ തമ്പിരാജ് തബല, ശ്രീ ശ്യാം ഗിറ്റാർ, ശ്രീ അനിൽകുമാർ ഇഫക്ട്സ്. കാലമാണ വിശ്രമം പായുമെന്നശ്വം സ്നേഹ ജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ, സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ. ഫ്രൈസറിൽ, ഷേക്സ്പിയറിൽ, ഡാർവിനിൽ, കാറൽ മാർക്സിൽ, വ്യാസനിൽ പലരിലും കൂടി ഞാൻ സംസാരിച്ചു. സഞ്ചരിക്കുകയാണു ഞാൻ ഏവം സയൻസിന്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ട് ഈ യുഗങ്ങളിലൂടെ. അത്യപൂർവമായ പ്രജ്ഞയുടെ പ്രകാശം നൽകി ആധുനിക ശാസ്ത്രത്തിന് അത്ഭുതകരമായ തിരിച്ചറിവുകൾ സമ്മാനിച്ച ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അനന്തമായ പ്രപഞ്ചത്തോട് നമ്മുടെ കൊച്ചു ഭൂമി പറയുന്നത് അതാണ്. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു. എന്നിൽ പിറന്ന് എന്നിൽ ലയിച്ച എന്റെ പ്രിയപ്പെട്ട ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഉലകങ്ങൾ വിരിയുന്നു, ഹൃദയങ്ങൾ തങ്ങളിൽ ഉണരുന്നു, പുലരുന്നു ഭാവുകങ്ങൾ, ഉണരുന്നു, പുലരുന്നു ഭാവുകങ്ങൾ. ഉലകങ്ങൾ വിരിയുന്നു, ഹൃദയങ്ങൾ തങ്ങളിൽ ഉണരുന്നു, പുലരുന്നു ഭാവുകങ്ങൾ, ഉണരുന്നു, പുലരുന്നു ഭാവുകങ്ങൾ. സ്വപ്നങ്ങളുമായി നമ്മെ സ്വർഗങ്ങളെതിരേറ്റ സ്വൽപ്പവും അതിലില്ല കരൾ കുളിർക്കാൻ. സ്വപ്നങ്ങളുമായി നമ്മെ സ്വർഗങ്ങളെതിരേറ്റ സ്വൽപ്പവും അതിലില്ല കരൾ കുളിർക്കാൻ. അതിലില്ലേ വിശ്വങ്ങൾ വിലയിക്കും മധുരിമകൾ, അതിലില്ലേ നാടുണരും നാദലയങ്ങൾ. അതിലില്ലേ വിശ്വങ്ങൾ വിലയിക്കും മധുരിമകൾ, അതിലില്ലേ നാടുണരും നാദലയങ്ങൾ, അതിലില്ലേ നാടുണരും നാദലയങ്ങൾ. ഉലകങ്ങൾ വിരിയുന്നു, ഹൃദയങ്ങൾ തങ്ങളിൽ ഉണരുന്നു, പുലരുന്നു ഭാവുകങ്ങൾ, ഉണരുന്നു, പുലരുന്നു ഭാവുകങ്ങൾ. ബവേറിയയിലാണ് ഈ പാട്ട് കേട്ടത്. 1000 വർഷത്തോളം കാലം ബവേറിയ എന്ന പ്രദേശം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. സ്വന്തം രാജാവും പ്രജകളും സർവതന്ത്ര സ്വതന്ത്രരായി കഴിഞ്ഞ കാലം. അങ്ങനെ സ്വാതന്ത്ര്യം അവരുടെ വാസനയും സംസ്കാരവുമായി മാറി. കൈമണികൾ, വായ്ക്കുരവകൾ, പുല്ലാങ്കുഴലൂത്തുകൾ, കയ്യടികൾ, അവിടെന്തു നൃത്തമേളം. കൈമണികൾ, വായ്ക്കുരവകൾ, പുല്ലാങ്കുഴലൂത്തുകൾ, കയ്യടികൾ, അവിടെന്തു നൃത്തമേളം. കൂടുകൂടെ പൊട്ടിച്ചിരിച്ചു ചിരിച്ചാടി കുഴയുന്നു രാഗാർദ്ര ഭാവനകൾ. കൂടുകൂടെ പൊട്ടിച്ചിരിച്ചു ചിരിച്ചാടി കുഴയുന്നു രാഗാർദ്ര ഭാവനകൾ,
തുഴയുന്നു രാഗാർദ്ര ഭാവനകൾ. ഉലകങ്ങൾ വിരിയുന്നു, ഹൃദയങ്ങൾ തങ്ങളിൽ ഉണരുന്നു പുലരുന്നു ഭാവുകങ്ങൾ, ഉണരുന്നു പുലരുന്നു ഭാവുകങ്ങൾ. ആ സുഖസ്വാതന്ത്ര്യം അവസാനിച്ചു. ബവേറിയ ജർമ്മനിയുടെ ഭാഗമായി തീർന്നതോടെ അതെല്ലാം അവസാനിച്ചു. സുഖസ്വതന്ത്രമായ വ്യവസ്ഥിതി മാറി. അച്ചടക്കവും അനുസരണയും വേണ്ടുന്ന ജർമ്മൻ ജീവിത രീതി ബവേറിയക്കാർ ഏറ്റെടുക്കേണ്ടി വന്നു. എങ്ങും എവിടെയും പട്ടാളച്ചിട്ട. സ്കൂളുകൾ പോലും പട്ടാള ബാരക്കുകളെ പോലെ ശ്വാസം മുട്ടി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ബവേറിയയുടെ 4 അതിർത്തിക്കുള്ളിലാണ് മ്യൂണിക്. മ്യൂണിക്കിൽ നിന്ന് 85 മൈൽ സഞ്ചരിച്ചാൽ ഉൽം എന്ന പട്ടണത്തിലെത്തും. ഉൽമിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു, ഹെർമൻ ഐൻസ്റ്റൈൻ. ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. ബിസിനസ് നല്ല നിലയിലൊന്നും നടന്നിരുന്നില്ല. ഉപഭോക്താക്കളെക്കാൾ ഈച്ചകൾ കൂടുതൽ കയറി ഇറങ്ങുന്ന കടയായിരുന്നു അയാളുടേത്. അയാളുടെ ഭാര്യ പോളീൻ, അവരുടെ കന്നിക്കനിയായി ഒരു മകൻ പിറന്നു. 1879 മാർച്ച് 14 അവന് ആൽബർട്ട് എന്ന് പേരിട്ടു. ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ എന്നാൽ ജർമ്മൻ ഭാഷയിൽ അർത്ഥം ഒരു കല്ല്, 1 സ്റ്റോൺ. ആൽബർട്ട് വളർന്നു. അമ്മയ്ക്ക് ക്രമാതീതമായ വാത്സല്യമുണ്ട് അവനോട്. കാരണം പൊതുവിൽ കുട്ടിയെക്കുറിച്ച് മിടുക്കൻ എന്ന് ആരും പറയാറില്ല. അവൻ അധികം മിണ്ടില്ല, ആലോചനയാണ് കൂടുതൽ. അവനെ മ്യൂണിക്കിലെ ഒരു സ്കൂളിൽ ചേർത്തു. അവിടെയും അവനെപ്പറ്റി എല്ലാവരും പറഞ്ഞത് തുണയും ചൊടിയും ഇല്ല, ചോദ്യത്തിനുത്തരമില്ല. തുണയും ചൊടിയും ഇല്ല, ചോദ്യത്തിനുത്തരമില്ല. ഉണ്ടേലുരുളയ്ക്കുപ്പേരിയല്ല, മിടുക്കനേ അവനല്ല. ഉണ്ടേലുരുളയ്ക്കുപ്പേരിയല്ല, മിടുക്കനേ അവനല്ല. ആൽബർട്ട് മിടുക്കനേ അവനല്ല. സ്കൂളിലെ ചിട്ടകൾ കട്ടിയായിരുന്നു. ആൽബർട്ടിന് അത് അസഹ്യമായിരുന്നു. ഒന്ന് വൈകുന്നേരമായി കിട്ടണം, ഈ ബാരക്കിൽ നിന്ന് രക്ഷപ്പെടണം, വീട്ടിലൊന്ന് എത്തിക്കിട്ടണം. അവിടെ കാര്യങ്ങൾ എത്ര രസമാണ്. അവനൊരു കുഞ്ഞു പെങ്ങൾ കൂടി ജനിച്ചിരിക്കുന്നു, മായ. അവളും വളർന്ന് ഓടിച്ചാടി നടക്കുന്ന പരുവമായി. അണ്ണൻ സ്കൂളിൽ നിന്ന് വരുന്നത് ദൂരെ നിന്ന് കണ്ടാൽ മതി, മായ ഓടിയെത്തും. മായേ മായേ വാവാനി, മായത്തി പെണ്ണേ വാവാനി. മായേ മായേ വാവാനി, മായത്തി പെണ്ണേ വാവാനി. മുറ്റത്തെ പൂന്തോപ്പിലാകാനി, ചിറ്റപ്പൊത്തുമ്പിയായി വാവാനി. മുറ്റത്തെ പൂന്തോപ്പിലാകാനി, ചിറ്റപ്പൊത്തുമ്പിയായി വാവാനി. മായേ മായേ വാവാനി, മായത്തി പെണ്ണേ വാവാനി. വീടെന്ത് സ്നേഹം വഴിയുന്ന ഇടമാണ്. കൂടെ കൂടെ ബന്ധുജനങ്ങളുടെ ഒരു പ്രവാഹമുണ്ടാവും. റൂഡിയമ്മാവനും കുടുംബവും എത്തും. അമ്മയുടെ സഹോദരനാണ് റൂഡിയമ്മാവൻ. പിന്നെ ഉല്ലാസയാത്രകളാണ്. ഗ്രാമക്കാഴ്ചകൾ കാണുന്നത് ആൽബർട്ടിന് വളരെ ഇഷ്ടമായിരുന്നു. വനഛായകൾ നിർമ്മിച്ചുകൊണ്ട് സൂര്യരശ്മികൾ അരിച്ചിറങ്ങുന്ന കാഴ്ചകൾ. ഗ്രാമസരോവരത്തിൽ വിടരും ചന്താമരപ്പൂവിലും നാണിച്ചൊഴുകുന്ന കാട്ടാറിലും കാറ്റിലും ധ്യാനിക്കുന്ന കുലാജലത്തിലലിയും മൗനത്തിലും അവൻ മറ്റുള്ളവർ കാണാത്തതെന്തൊക്കെയോ കാണുന്നു. തടാക തീരത്തിരുന്ന് ഓളപ്പാത്തികളിൽ നിശബ്ദം നോക്കും. പ്രകടമാകാത്ത ഒരു ആന്തരാനന്ദം. റൂഡിയമ്മാവന്റെ മകൾ എൽസ ഇങ്ങനെയല്ല. അവളൊരു മിടുക്കത്തിയാണ്. അവൾക്ക് ഈ സന്തോഷത്തിന്റെ തലമല്ല. വീടിളക്കി നാടിളക്കിയാണ് അവൾ സന്തോഷിക്കുക. അതുകൊണ്ട് ബന്ധുക്കൾ പറയും, ആൽബർട്ടിന് ചുണയില്ല, എൽസയെ കണ്ടുപഠിക്ക്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സഹിക്കില്ല. അമ്മ ഇടപെടും. അവന് ചിന്തിക്കാൻ കഴിവുണ്ട്, എൻ്റെ മോന് ചിന്തിക്കാൻ കഴിവുണ്ട്. അവൻ ഒരിക്കലും ഒരു പ്രൊഫസറാകും, നോക്കിക്കോ. 10 മാസം അവനെ ചുമന്ന അമ്മ തറപ്പിച്ച് തന്നെ പറഞ്ഞു, അവനൊരു പ്രൊഫസറാകും. പിന്നെ പ്രൊഫസറാകാൻ പോകുന്നത്. മാമൻ കളിയാക്കും. ആൽബർട്ടിന് 10 വയസ്സായി. അവന്റെ ചിന്താഭാവങ്ങൾ കൂടുതൽ പ്രകടമായി. അവിടെ ഐൻസ്റ്റൈൻ കുടുംബത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി വന്നു. മാക്സ് എന്നാണ് അയാളുടെ പേര്. മാക്സ് ആൽബർട്ടിനെ ശ്രദ്ധിച്ചു. അവനെല്ലാം ഗൗരവമായി കാണുന്നു. അവന് ലൈറ്റ് റീഡിംഗ് ഇല്ല. സമപ്രായക്കാരുമായി കളിയില്ല. അതുകൊണ്ട് തന്നെ
മാക്സ് അവന് ചില പുസ്തകങ്ങൾ കൊടുത്തു. ശാസ്ത്ര പുസ്തകങ്ങൾ, തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ, തത്വശാസ്ത്രകാരന്മാരെ പറ്റിയുള്ള പുസ്തകങ്ങൾ. അങ്ങനെയാണ് ഇമ്മാനുവൽ കാന്റിന്റെ ഗ്രന്ഥങ്ങളും സാരങ്ങളും ആൽബർട്ട് അറിയുന്നത്. മാക്സും ആൽബർട്ടും പലതും സംസാരിക്കും. അവരൊത്തുകൂടിയാൽ ശാസ്ത്രകാര്യങ്ങൾ ചൊല്ലും, തത്വശാസ്ത്രവുമോതും. ശാസ്ത്രകാര്യങ്ങൾ ചൊല്ലും, തത്വശാസ്ത്രവുമോതും. മൊഴി തന്നുത്സവമാകും, നേരമങ്ങനെ നീങ്ങും. മൊഴി തന്നുത്സവമാകും, നേരമങ്ങനെ നീങ്ങും. ശാസ്ത്രകാര്യങ്ങൾ ചൊല്ലും. ആൽബർട്ടിന് പനി വന്നു. അവന് മിണ്ടാട്ടമില്ല. അമ്മയ്ക്ക് ആധിയായി. അച്ഛനും അമ്മയും തൊട്ടതും പിടിച്ചതും അന്വേഷിച്ച് ചുറ്റുമിരിപ്പായി. മരുന്നുകൾ കൃത്യമായി കൊടുത്തു. പക്ഷേ പനി ശമിച്ചില്ല. അച്ഛൻ വീണ്ടും മരുന്നിന് പോയി. മരുന്ന് മാത്രമല്ല വാങ്ങിയത്. ആൽബി, ഇതാ നോക്ക്. എന്താ അച്ഛാ? മോൻ പൊതിയഴിച്ച് നോക്ക്. അവൻ ആ പൊതിയഴിച്ചു. ഇതെന്താ അച്ഛാ? മോനെ, ഇതാണ് കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം. അച്ഛൻ അതൊന്ന് കുലുക്കി. അതിലെ സൂചി ഒന്ന് ആടി ഉലഞ്ഞു. ആടി ആടി ക്രമേണ അത് ശാന്തമായി വടക്ക് നോക്കി നിന്നു. വടക്ക് നോക്കി യന്ത്രം. ആൽബർട്ടിന് കൗതുകമായി, ആവേശമായി. അവന്റെ പനി പറന്നു. അതേക്കുറിച്ച് അവൻ ജേക്കബ് മാമനോട് ചോദിച്ചു, മാക്സിനോട് ചോദിച്ചു. അവന് ചില ഉത്തരങ്ങൾ കിട്ടി. ചോദ്യങ്ങളും ഉത്തരങ്ങളും, ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അവനെ ഒരു പുതിയ ലോകത്തേക്ക് സ്വാഗതം ചെയ്തു. ശാസ്ത്രലോകം. പ്രപഞ്ച സത്യമൊളിക്കും കൂടിൻ സ്ഥാനം തേടുന്നു. പ്രപഞ്ച സത്യമൊളിക്കും കൂടിൻ സ്ഥാനം തേടുന്നു. ശാസ്ത്രം നിയമം മെനയുന്നു, നേർ നിയമം മെനയുന്നു. ശാസ്ത്രം നിയമം മെനയുന്നു, നേർ നിയമം മെനയുന്നു. നിയമം മെനയുന്നു. ആൽബർട്ടിന്റെ ചിന്തകൾ താണ്ടിയ തലങ്ങൾ അവന്റെ അധ്യാപകർക്ക് പോലും അജ്ഞാതമായിരുന്നു. അവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവന് സംശയങ്ങൾ എപ്പോഴും ബാക്കിയായിരുന്നു. നിശ്ചിതമോ അനിശ്ചിതമോ, ജ്ഞാതമോ അജ്ഞാതമോ. നിശ്ചിതമോ അനിശ്ചിതമോ, ജ്ഞാതമോ അജ്ഞാതമോ. അന്തം തേടിയലഞ്ഞറിയുന്നു, അനന്തമാണെന്ന് സത്യം, അനന്തമാണെന്ന്. അന്തം തേടിയലഞ്ഞറിയുന്നു, അനന്തമാണെന്ന് സത്യം, അനന്തമാണെന്ന്. ശാസ്ത്രകാര്യങ്ങൾ ചൊല്ലും, തത്വശാസ്ത്രവുമോതും. ജേക്കബ് മാമൻ ആൽജിബ്ര പറഞ്ഞു കൊടുത്തു. ആൽബർട്ട് വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിൽ ലയിച്ചൊറ്റ ഇരുത്തമാണ്. ആൽബർട്ടിന്റെ അറിവിന്റെ ചക്രവാളങ്ങൾ ചെടികളെയും മൃഗങ്ങളെയും മേഘങ്ങളെയും ഉൽക്കകളെയും അഗ്നിപർവ്വതങ്ങളെയും ആവാഹിച്ചു. സംഗീതം അവന്റെ ജന്മവാസനയായിരുന്നു. അമ്മയ്ക്ക് സംഗീതം ഹരമായിരുന്നു. ബീഥോവനും മൊസാർട്ടും ബാച്ചും അവന്റെ കർണപുടങ്ങളിൽ മധുരമഴ പെയ്തു. മൊസാർട്ടിന്റെ വയലിൻ വാദനം അവനെ പുളകം കൊള്ളിച്ചു. ബീഥോവന്റെ സനാറ്റയും സിംഫണിയും കൺസെർട്ടോയും സ്ട്രിംഗ് ക്വാർട്ടറ്റും അവന്റെ ചിന്തകൾക്ക് ശ്രുതി പകർന്നു. ആൽബർട്ടിന്റെ ജന്മദിനം വന്നു. ജന്മദിനത്തിന് അവനൊരു സമ്മാനം കിട്ടി, വയലിൻ. അമ്മയുടെ സമ്മാനം. അവൻ വയലിൻ ക്ലാസ്സിന് പോയി. വയലിൻ അവന് വഴങ്ങി. അവൻ അത് വായിച്ചു. വിലസും പൂപോലൻ മനമറിവൂ നിൻഗമനം. വിലസും
പൂപോലൻ മനമറിവൂ നിൻഗമനം നിശിതം നറുപൊരുളേതോ ഇരുളിൽ മറകൊള്ളൂ നിശിതം നറുപൊരുളേതോ ഇരുളിൽ മറകൊള്ളൂ അതിനിശ്ചിതമോ നിശ്ചിതരഹിതം മരുവും ഉറവോ നീ അതിനിശ്ചിതമോ നിശ്ചിതരഹിതം മരുവും ഉറവോ നീ വിലസും പൂപോലൻ മനമറിവൂ നിൻഗമനം മനമറിവൂ നിൻഗമനം. ആൽബർട്ടിന്റെ അച്ഛന്റെ കച്ചവടം പൂട്ടി. കടം കയറിയിരുന്നു. കടം തീർക്കാൻ അദ്ദേഹം വീട് വിറ്റു. ഇനി മ്യൂണിക്കിൽ നിന്നിട്ട് കാര്യമില്ല, ഇറ്റലിയിലേക്ക് പോകാമെന്ന് അച്ഛൻ നിശ്ചയിച്ചു. അപ്പോൾ ആൽബർട്ടിന്റെ പഠിത്തം? ആൽബി ഇവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കട്ടെ, അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് അവന്റെ പഠിത്തം വലിയ കാര്യമാണ്. പക്ഷെ കുറച്ചു നാളിന് ശേഷം ആൽബർട്ടും ഇറ്റലിയിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ആ 15-കാരൻ അച്ഛന്റെയും അമ്മയുടെയും പാടറിയുന്നത്. രണ്ടറ്റവും മുട്ടിക്കാൻ രണ്ടുപേരും പെടാപ്പാട് പെടുകയാണ്. എപ്പോഴും തർക്കവും വഴക്കുമാണ്. ഒരു ദിവസം അച്ഛനും അമ്മയും വഴക്കു കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആൽബർട്ട് അതുവഴി കടന്നു ചെന്നു. അച്ഛൻ ആ ദേഷ്യത്തിൽ ആൽബർട്ടിനോട് പറഞ്ഞു, എടാ ആൽബർട്ട്, നീ വലുതായില്ലേ, നിനക്ക് നിന്റെ വഴിയും വരുമാനവും ഒക്കെ നോക്കിക്കൂടെ, ഇനി എന്തിനിങ്ങനെ പുര നിറഞ്ഞു നിൽക്കുന്നു? അച്ഛന്റെ ചോദ്യങ്ങൾ കേട്ട് ആൽബർട്ടിന്റെ മനസ്സ് നൊന്തു. ആ സങ്കടത്തിൽ അവൻ ഇറങ്ങി നടന്നു. വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും കണ്ട് കണ്ട് ആൽബർട്ട് ദീർഘമായി നടന്നു. നടത്തം മനീഷികളുടെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, മാവോ സേതു ഇവരൊക്കെ അനന്തമായി നടന്നിട്ടുള്ളവരാണ്. പ്രചണ്ഡമായ കാറ്റ് അവന്റെ മുടിയാടി ഉലഞ്ഞു. ചന്ദ്രനെയും സൂര്യനെയും കടന്നുള്ള ദൂരങ്ങളിൽ എന്താണ്? ആൽബർട്ട് ആലോചിക്കുകയാണ്. ആലോചിച്ച് നടന്ന് നടന്ന് മിലൻ കത്തീഡ്രലിൽ എത്തി. ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ എന്ന വിശ്വൈക ചിത്രം പേറുന്ന ആ പള്ളിമുറിയിൽ അവൻ കടന്നു. ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. പിന്നീട് അവൻ അമ്മയോട് പറഞ്ഞു, ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, 400 വർഷം പഴക്കമുണ്ട് ഡാവിഞ്ചിയുടെ ആ ചിത്രത്തിന്. മറ്റു ചില ചിത്രങ്ങൾ ഡാവിഞ്ചി വരച്ചിട്ടുണ്ട്. ഡാവിഞ്ചി ഒരു പരീക്ഷകനായിരുന്നു. ആരും പ്രയോഗിച്ചിട്ടില്ലാത്ത പുതിയ നിറക്കൂട്ടുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അതെന്തിനാണമ്മേ? ഇതുവരെ അറിഞ്ഞതിനും അനുഭവിച്ചതിനും അപ്പുറം പോകാൻ. അമ്മയുടെ ഈ വാക്കുകൾ ആൽബർട്ടിന്റെ മനസ്സിൽ പതിഞ്ഞു. അമ്മ, എനിക്ക് പിസാ ഗോപുരം കാണണം. കാണേണ്ടതാണ് മോനെ, പക്ഷേ വണ്ടിക്കൂലി തരാൻ അമ്മയുടെ പണമില്ല. സാരമില്ലമ്മേ, ഞാൻ നടന്നു പോയിക്കോളാം. അങ്ങനെ ആൽബർട്ട് നടന്നു, ഒരവധൂതനെ പോലെ. ബന്ധുര തീരങ്ങൾ താണ്ടിയവധൂതൻ ഇറ്റലി ഒക്കെ നടന്നു. ബന്ധുര തീരങ്ങൾ താണ്ടിയവധൂതൻ ഇറ്റലിയൊക്കെ നടന്നു. ഗ്രാമങ്ങൾ തോറും വെയിലേറ്റുവാടി കടത്തിണ്ണയേറി മയങ്ങി. ഗ്രാമങ്ങൾ തോറും വെയിലേറ്റുവാടി കടത്തിണ്ണയേറി മയങ്ങി. പൊന്മുഖം വാടി മൃദു ചർമ്മകാന്തിയും മങ്ങിയാൽ പറ്റു മടങ്ങി. പൊന്മുഖം പാടി മൃദു ചർമ്മകാന്തിയും മങ്ങിയാൽ പറ്റു മടങ്ങി. എങ്കിലും ദർശന വെള്ളിപ്രകാശ കിരണങ്ങൾ പ്രജ്ഞയിൽ തൊട്ടു. എങ്കിലും ദർശന വെള്ളിപ്രകാശ കിരണങ്ങൾ പ്രജ്ഞയിൽ തൊട്ടു. ബന്ധുര തീരങ്ങൾ താണ്ടിയവധൂതൻ ഇറ്റലിയൊക്കെ നടന്നു. അച്ഛന്റെ ബിസിനസ് വീണ്ടും പൊട്ടി, 8 പൊട്ടി. ആൽബർട്ടിന്റെ പഠിത്തം മുടങ്ങരുത്. അമ്മയ്ക്ക് അക്കാര്യത്തിൽ നിർബന്ധമാണ്. അമ്മയുടെ സഹോദരൻ സ്വിറ്റ്സർലൻഡിലുണ്ട്, സൂറിച്ചിൽ. നല്ല ധനസ്ഥിതിയുള്ള ആളാണ്. അമ്മ അദ്ദേഹത്തിന് എഴുതി. അദ്ദേഹം കുടുംബത്തോടുള്ള കടപ്പാട് മുൻനിർത്തി കാര്യം സമ്മതിച്ചു. അസാധാരണമായ ഒരു മനുഷ്യപ്രതിഭയുടെ സമുന്നതങ്ങളിലേക്കുള്ള കുതിപ്പിന് വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. ആൽബർട്ട് യാത്രയിലാണ്. അതാ ആൽപ്സ് പർവ്വത നിരകൾ. സ്വിറ്റ്സർലൻഡിനു തെക്ക് ഇപ്പുറം ഇറ്റലിക്ക് വടക്ക്. സ്വിറ്റ്സർലൻഡിനു തെക്ക് ഇപ്പുറം ഇറ്റലിക്ക് വടക്ക്. നീലമേനിയിൽ മഞ്ഞു പുതയ്ക്കും ആൽപ്സ് പർവ്വത നിരകൾ. നീലമേനിയിൽ മഞ്ഞു പുതയ്ക്കും
ആൽപ്സ് പർവ്വത നിരകൾ, ആൽപ്സ് പർവ്വത നിരകൾ, ആൽപ്സ് പർവ്വത നിരകൾ, ആൽപ്സ് പർവ്വത നിരകൾ. സ്വിറ്റ്സർലൻഡിൽ സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ എഴുതി. ഐൻസ്റ്റൈൻ അതിൽ പരാജയപ്പെട്ടു. പിന്നെ സൂറിച്ചിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള ആറോയിലുള്ള സ്കൂളിൽ ചേരേണ്ടി വന്നു. ജർമ്മനിയിലെ അസ്വാതന്ത്ര്യം ഈ സ്കൂളിൽ ഇല്ലായിരുന്നു. അവിടെ മടുപ്പില്ല. കുട്ടികളുടെ ചർച്ചകളും കൂട്ടായ്മയുമുള്ള സ്കൂൾ, സുസജ്ജമായ പരീക്ഷണശാലകൾ. അവിടെ സ്നേഹമയനായ ഒരു പ്രൊഫസറെ ആൽബർട്ട് പരിചയപ്പെട്ടു, പ്രൊഫസർ വിൻഡ്ലർ. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന് നന്നേ ബോധിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ ആൽബർട്ടിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വരൂ ഐൻസ്റ്റൈൻ, എൻ്റെ വീട്ടിലേക്ക് വരൂ. അങ്ങനെ വിൻലറുടെ ഭവനത്തിലെത്തി. വിൻലർ ഭവനത്തിൽ 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷക്കാലം ആ മനസ്സ് കടന്നു ചെല്ലാത്ത ഫിസിക്സ് ഇല്ല, ഫിസിസിസ്റ്റുകളില്ല. ഗണിതശാസ്ത്രത്തിലെ ചില ഭാഗങ്ങൾ, ഫോർമുല ഹൃദിസ്ഥമാക്കേണ്ട ഭാഗങ്ങൾ, അവയോട് ഐൻസ്റ്റൈന് വിരക്തി തോന്നി. സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന്, പ്രപഞ്ച രഹസ്യങ്ങളെ അനാവരണം ചെയ്യാൻ തുടിക്കുന്ന ഒരു മനസ്സിൽ ഫോർമുലകൾ വിലങ്ങുതടികളായി. ഫിസിക്സ് തന്റെ ജീവനാണ്, തുടിപ്പാണ്. പക്ഷേ മാത്തമാറ്റിക്സ് ഇല്ലാതെ എന്ത് ഫിസിക്സ്? മധുര 17 വന്നു, മോഹത്തുമ്പി വിരുന്നു വന്നു. മധുര 17 വന്നു, മോഹത്തുമ്പി വിരുന്നു വന്നു. ആ മനസ്സിൻ വാതിലൊന്നു തുറക്കുവാൻ കാത്തുനിന്നു. ആ മനസ്സിൻ വാതിലൊന്നു തുറക്കുവാൻ കാത്തുനിന്നു. മധുര 17 വന്നു, മോഹത്തുമ്പി വിരുന്നു വന്നു. ആ മനസ്സിൻ വാതിലൊന്നു തുറക്കുവാൻ കാത്തുനിന്നു. ആ മനസ്സിൻ വാതിലൊന്നു തുറക്കുവാൻ കാത്തുനിന്നു. യൗവനത്തിന്റെ സാധാരണ സ്വപ്നങ്ങൾ ഐൻസ്റ്റൈനെ ബാധിച്ചില്ല. നാട്ടുനടപ്പിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ, സുഖിമാനാകാൻ ഐൻസ്റ്റൈന് താല്പര്യമില്ല. താൻ അന്യന്റെ പണം പറ്റി താമസിച്ചു പഠിക്കുന്നവൻ. സ്വിസ് പൗരത്വത്തിന് 20 ഫ്രാങ്ക് അടയ്ക്കാനുണ്ട്. തനിക്ക് പഠിക്കുന്നതിന് 100 ഫ്രാങ്കാണ് പ്രതിമാസം മാമൻ അനുവദിച്ചിരിക്കുന്നത്. 100 ഫ്രാങ്ക് എല്ലാറ്റിനും തികയില്ല, തികച്ചേ പറ്റൂ. അതുകൊണ്ട് സൂറിച്ചിലെ വാടക കുറഞ്ഞ ഒരു ലോഡ്ജിൽ അദ്ദേഹം താമസമാക്കി. 2ാം കിടയും 3ാം കിടയും ഹോട്ടലുകളിൽ കയറി വില കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്തി. മുണ്ട് മുറുക്കി തന്നെ ഉടുത്തു. അങ്ങനെ പൗരത്വത്തിന് വേണ്ടുന്ന 20 ഫ്രാങ്ക് ഒത്തു. വസ്ത്രങ്ങൾ ആവശ്യത്തിന് വില കുറഞ്ഞ ഒറ്റ ജോഡിയിൽ ഒതുക്കി. അത് കഴുകി ഉപയോഗിച്ചു. വണ്ടിക്കൂലി പ്രശ്നമേ അല്ല. എവിടെയും നടന്നാണ് പോയത്. ദാരിദ്ര്യം ഒരു പാപമല്ല. പവർട്ടി ഈസ് നോട്ട് എ ക്രൈം. അങ്ങനെ പറഞ്ഞത് ദസ്തേവസ്കിയാണ്. ദസ്തേവസ്കി അനുഭവിച്ചു പറഞ്ഞ കാര്യം ഐൻസ്റ്റൈന്റെ കാര്യത്തിലും സത്യമായി. ചോരയില്ലാത്ത മുഖവുമായി നിൽക്കുവാൻ ആരു നീ രൂപമെടുത്ത ദരിദ്രതേ, നിസ്സഹായത്വമേ നീ ഉറ്റുനോക്കിയോ നിഷ്ഫലം വീണ്ടും ഈ ക്ഷുദ്രലോകത്തിനെ. സൂറിച്ചിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറെയായിരുന്നു. നാനാദേശങ്ങളുടെ വിഭിന്ന സംസ്കാരങ്ങളും ചിന്താഗതികളുമായി ഐൻസ്റ്റൈൻ സമ്പർക്കപ്പെട്ടു. ഈ സമ്പർക്കങ്ങൾ ഐൻസ്റ്റൈനിലെ ചിന്തകനെ വളർത്തി, അന്വേഷകനെ ഉണർത്തി. പഠിത്തത്തിൽ ശ്രദ്ധയുണ്ട്, എങ്കിലും സംഗീത സദസ്സുകൾ എവിടെയുണ്ടെങ്കിലും പോവും. അതിന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ടെങ്കിൽ 1-2 നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പണം മിച്ചമെടുത്ത് ടിക്കറ്റ് എടുക്കും. മാഴ്സൽ എന്ന കൂട്ടുകാരനുണ്ട്. ഐൻസ്റ്റൈനും മാഴ്സലും ശാസ്ത്രവും തത്വശാസ്ത്രവും ചർച്ച ചെയ്യാറുണ്ട്. അവരുടെ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഒരു പെണ്ണ് കൂടി ചെന്നു. ആ ക്ലാസ്സിലെ വിദ്യാർത്ഥിനി തന്നെ, സ്വിറ്റ്സർലൻഡുകാരി. അവളുടെ പേര് മിലേവ മാരിഷ്. മിലേവ സെർബിയ പ്രദേശത്തുകാരിയാണ്. പഠിക്കാൻ ബഹുമിടുക്കി. അവളൊരു ചെറിയ മുടന്തുള്ളവളാണ്. ജന്മനാ തന്നെ സന്ധിയിലെ ക്രമക്കേട് കൊണ്ട് മുടന്തുള്ളവൾ. ഐൻസ്റ്റൈനേക്കാൾ 3 വർഷം 4 മാസം മൂത്തവളായിരുന്നു. അവളുടെ മുഖത്ത് ഒരിക്കലും ഒരു പ്രസാദഭാവം ഉണ്ടാവാറില്ല. അപൂർവമേ ചിരിക്കും, അത്യാവശ്യത്തിന് മിണ്ടും. ഐൻസ്റ്റൈൻ നയിക്കുന്ന ചർച്ചകളിൽ അവൾ ചേർന്നു. ഐൻസ്റ്റൈൻ സംസാരിക്കുമ്പോൾ അവൾ കണ്ണിമയ്ക്കാതെ താടിക്ക് കയ്യും കൊടുത്ത് ദത്തശ്രദ്ധയായി. ഐൻസ്റ്റൈനും അത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, മിലേവ, സയൻസ് പഠിച്ചതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ ആൽബർട്ട്? ബൈബിൾ ഒരു വിശുദ്ധ പുസ്തകമാണെങ്കിലും അത് നിറയെ കെട്ടുകഥകളാണ്. പക്ഷേ ആൽബർട്ട്, ബൈബിൾ വരവേൽക്കപ്പെടുന്നുണ്ടല്ലോ. അത് സത്യമാണ്. ഞാൻ പറഞ്ഞതും സത്യമാണ്. ശാസ്ത്രമാണ് എന്നെ ഈ സത്യത്തിലേക്ക്, ഇത്തരം സത്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശാസ്ത്രം എന്നിൽ സംശയത്തിരികൾ കൊളുത്തുന്നു.
അതിൻ്റെ ചൂടിൽ ഞാൻ ചോദ്യം ചെയ്യുന്നു, അതിൻ്റെ പ്രകാശത്തിൽ ഞാൻ ഉത്തരം കണ്ടെത്തുന്നു. ആൽബർട്ട് എപ്പോഴും ഇങ്ങനെയാണ്. എങ്ങനെ? ഒരു വേറിട്ട സ്വരമുള്ളയാളാണ്. അതുകൊണ്ട് ആ വേറിട്ട സ്വരം എനിക്കിഷ്ടമാണ്. മിലേവ. അതെ ആൽബർട്ട്, എനിക്ക് ആൽബർട്ടിനെ വളരെ വളരെ ഇഷ്ടമാണ്. അവരുടെ കണ്ണുകൾ കഥ എഴുതി, വാക്കുകൾ അങ്ങനെ കൈമാറി. അവരുടെ കണ്ണുകൾ കഥ എഴുതി, വാക്കുകൾ അങ്ങനെ കൈമാറി. ഹൃദയമടുത്തു മുട്ടിയുരുമ്മി മേനികൾ ഉത്സവമാറാടി. ഹൃദയമടുത്തു മുട്ടിയുരുമ്മി മേനികൾ ഉത്സവമാറാടി. അവരുടെ കണ്ണുകൾ കഥ എഴുതി, വാക്കുകൾ അങ്ങനെ കൈമാറി. ഹൃദയമടുത്തു മുട്ടിയുരുമ്മി മേനികൾ ഉത്സവമാറാടി. മിലേവ ഗർഭിണിയായി. അവളെ ഈ അവസ്ഥയിൽ കല്യാണം കഴിക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല. അവളെ സംരക്ഷിക്കാൻ ഒരു ജോലി വേണം, ഉടൻ തന്നെ ജോലി വേണം. ജോലിക്ക് ഐൻസ്റ്റൈൻ മുട്ടാത്ത വാതിലുകളില്ല. ജോലി എങ്ങുമില്ല. ചിലയിടത്തു നിന്ന് ആട്ടിയിറക്കുക പോലും ചെയ്തു. ജോലി തേടി ഐൻസ്റ്റൈൻ യാത്രകളിലാണ്. ജോലി കിട്ടിയിട്ട് കല്യാണം എന്നുറച്ചതായിരുന്നു. പക്ഷേ പ്രകൃതിയുടെ ക്രമങ്ങൾക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് ഐൻസ്റ്റൈന് ജോലി കിട്ടിയില്ലെങ്കിലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും മിലേവ പ്രസവിച്ചു. പെൺകുട്ടി. മിലേവയ്ക്ക് മുന്നിൽ ഒരു പരിഹാരമേ ഉയർന്നുള്ളൂ: കുട്ടിയെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുക. ചുറ്റിക്കറങ്ങി ഐൻസ്റ്റൈൻ ഒടുവിൽ മാർഷലിനെ ചെന്ന് കണ്ടു. മാർഷൽ ചോദിച്ചു, എന്താടാ നീ ക്ഷീണിച്ചിരിക്കുന്നത്? മാർഷൽ, എനിക്ക് ജീവനുണ്ടല്ലോ, അത് തന്നെ കാര്യം. പിന്നീട് ഐൻസ്റ്റൈൻ താൻ അച്ഛനായ കാര്യം മാർഷലിനോട് പറഞ്ഞു. ഭാര്യയും കുഞ്ഞിനെയും പോറ്റാൻ എനിക്കൊരു ജോലി വേണമിടാ. അതിന് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല. ഐൻസ്റ്റൈൻ, പറയടാ, ഞാനെന്ത് വേണം? എനിക്കെന്ത് ചെയ്യാനാകും? മാർഷൽ, നിന്റെ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നീ എനിക്ക് ജോലി തരപ്പെടുത്തി തരണം, അത്യാവശ്യമാണ്. ഞാൻ ശ്രമിക്കാം, നീ വിഷമിക്കാതെ. മാർഷൽ ശ്രമിച്ചു, വിജയിച്ചു. ബേണിൽ, സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനത്ത് പേറ്റന്റ് ഓഫീസിൽ ക്ലാർക്കായി നിയമനം ലഭിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസാണ് പേറ്റന്റ് ഓഫീസ്. കണ്ടുപിടുത്തങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ പ്രോജക്റ്റുകൾ ഓഫീസിലെത്തും. ഐൻസ്റ്റൈന്റെ ജോലി കണ്ടുപിടുത്തങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുക, പേറ്റന്റിന് അർഹത ശുപാർശ ചെയ്യുക. അദ്ദേഹത്തിന് ഇത് നിസ്സാര ജോലിയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞു ആ ജോലിയിൽ. 1903 ഐൻസ്റ്റൈൻ മിലേവയെ വിവാഹം ചെയ്തു. ലിസേൾ എന്ന് മകൾക്ക് പേരിട്ടു. അത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായിരുന്നു. മിലേവ അതിനെ അതുകൊണ്ട് എന്നേക്കുമായി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. പേറ്റന്റ് ഓഫീസിൽ ഐൻസ്റ്റൈന് ധാരാളം സമയം അധികം കിട്ടി. ആ സമയത്ത് അദ്ദേഹം ഡ്രോ തുറന്ന് അതിനുള്ളിൽ വെച്ച് എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു, എന്താ മിസ്റ്റർ ഐൻസ്റ്റൈൻ, ഒളിച്ചു വെച്ചൊരു എഴുത്തും വായനയും? വല്ല പ്രേമലേഖനോ വല്ലതുമാണോ? ഏയ്, പ്രേമലേഖനോ? ഇത് ലേഖനമാണ്. ഇതിൽ പ്രേമമില്ല. കാരണം എൻ്റെ പ്രേമമൊക്കെ സഫലമായി പോയില്ലേ. 1905 സംഭവം. എഴുതിയത് 3 പ്രബന്ധങ്ങളായിരുന്നു. ഈടുറ്റ 3 ശാസ്ത്ര ഗവേഷണ പ്രബന്ധങ്ങൾ. ഒന്നാമത്തെ പ്രബന്ധത്തിൽ പ്രകാശവൈദ്യുത പ്രഭാവം ഐൻസ്റ്റൈൻ ക്വാണ്ടം സിദ്ധാന്തത്താലല്ലോ. പ്രകാശവൈദ്യുത പ്രഭാവം ഐൻസ്റ്റൈൻ ക്വാണ്ടം സിദ്ധാന്തത്താലല്ലോ. അതിസമർത്ഥം വ്യാഖ്യാനിച്ചു, അതിസമർത്ഥം വ്യാഖ്യാനിച്ചു, അതിസമർത്ഥം വ്യാഖ്യാനിച്ചു, അതിസമർത്ഥം വ്യാഖ്യാനിച്ചു. അക്കാലത്ത് മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ചതാണ് ക്വാണ്ടം തിയറി അല്ലെങ്കിൽ ക്വാണ്ടം സിദ്ധാന്തം. ഊർജം ഉത്സർജിക്കുകയോ വലിച്ചെടുക്കുകയോ ചെയ്യപ്പെടുന്നത് നിരന്തരമല്ല, ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ആ പാക്കറ്റുകളെ ക്വാണ്ടമുകൾ എന്ന് പ്ലാങ്ക് വിളിച്ചു. ഈ സിദ്ധാന്തം ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അഥവാ പ്രകാശവൈദ്യുത പ്രഭാവം എന്ന പ്രതിഭാസം ഐൻസ്റ്റൈൻ വ്യാഖ്യാനിച്ചു. ചില ലോഹങ്ങളുടെ പുറത്ത് പ്രകാശം വീഴുമ്പോൾ ഇലക്ട്രോണുകൾ പൊഴിയും. ഇതിന് കാരണം അണുവിൽ ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോൺ പ്രകാശോർജം വലിച്ചെടുത്ത് ക്വാണ്ടമായി പാക്കറ്റായി വലിച്ചെടുത്ത് അണുവിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് രക്ഷപ്പെടും. രണ്ടാമത്തെ പ്രബന്ധത്തിൽ ബ്രൗണിയൻ ചലനം സാംഖികത്തിൽ ചുവടുകളാൽ സുതാര്യമാക്കി.
ബ്രൗണിയൻ ചലനം സാംഖികത്തിൻ ചുവടുകളാൽ സുതാര്യമാക്കി. ഇതാ ഒരു തടാക തീരം. അവിടെ രണ്ട് കുട്ടികൾ പൂമ്പൊടി വെള്ളത്തിലിട്ട് അതിന്റെ ചലനം ആസ്വദിക്കുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നു. ദേ നോക്കി, നമ്മളൊന്നും ചെയ്യാഞ്ഞിട്ടും അത് താനെ ചലിക്കുന്നത് നോക്ക്. പൂമ്പൊടി നല്ല രസമുണ്ടല്ലേടാ. ആ നല്ല രസമുണ്ട്. സുമുഖനായ ഒരു മനുഷ്യൻ അവരുടെ പിന്നിൽ ചെന്ന് നിന്നു. അവരുടെ തോളിൽ കൈവച്ചു. ആൽബർട്ട് ഐൻസ്റ്റൈൻ. കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചലിക്കുന്നത്? അതിനെന്താണ് പറയുന്നത്? കുട്ടികൾ മിഴിച്ചു നിന്നു. പറഞ്ഞു തരാം. വെള്ളത്തിലിട്ട പരാഗപ്പൊടികൾ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതാണ് ബ്രൗണിയൻ ചലനം. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനാണ് അതാദ്യം പഠിച്ചത്. ജലതന്മാത്രകളും പൊടികളും തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ് ഇതിന് കാരണം. കുട്ടികൾക്ക് ഇത് ലളിതമായി പറഞ്ഞു കൊടുത്തെങ്കിലും ഐൻസ്റ്റൈൻ സാംഖിക ശാസ്ത്രത്തിന്റെ അഥവാ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാങ്കേതിക മാർഗം ഉപയോഗിച്ചാണ് ബ്രൗണിയൻ ചലനം വ്യാഖ്യാനിച്ചത്. മൂന്നാമത്തെ പ്രബന്ധം ശാസ്ത്രചിന്താധാരകളെ സമുന്നതങ്ങളിലെത്തിച്ച ആപേക്ഷിക സിദ്ധാന്തം വിശിഷ്ടമാപേക്ഷിക സിദ്ധാന്തം. സങ്കീർണമായ കണക്കുകളും സമീകരണങ്ങളും കൊണ്ട് ഐൻസ്റ്റൈൻ രൂപപ്പെടുത്തിയ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തമായിരുന്നു മൂന്നാമത്തേത്. അതിൽ പറയുന്നത് പ്രകാശവേഗം സ്ഥിരമാണ്. വേഗം കൂടുമ്പോൾ ഭാരം കൂടുന്നു. പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ ഭാരം അനന്തമാകും. അതുകൊണ്ട് ഒന്നിനും പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. ഇതിനനുബന്ധമായി അദ്ദേഹം പറയുന്നു, പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ വസ്തുവിന്റെ നീളം കുറയും. ഈ സിദ്ധാന്തത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന അഥവാ ഡിറൈവബിൾ ആകുന്ന ഒരു സിദ്ധാന്തമുണ്ട്, ദ്രവ്യ ഊർജ അദ്വൈത സിദ്ധാന്തം. നോൺ ഡുവാലിറ്റി ഓഫ് മാറ്റർ ആൻഡ് എനർജി, E=mc². ലെബഡേവ് എന്ന റഷ്യൻ ശാസ്ത്രജ്ഞന്റെ ഒരു സമീകരണവുമായി തന്റെ ഒരു സമീകരണത്തെ ബന്ധിച്ചാണ് വിശ്വപ്രസിദ്ധമായ ഈ സമീകരണം അദ്ദേഹം രൂപപ്പെടുത്തിയത്. ക്ലാസിക്കൽ ഭൗതിക സങ്കല്പങ്ങളെ ആകെ മാറ്റിമറിച്ച സിദ്ധാന്തമാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. 3 ലോകോത്തര പ്രബന്ധങ്ങൾ, 2 ആൺമക്കൾ, ഭാര്യ മിലേവ. ഐൻസ്റ്റൈന്റെ ഉറ്റ ബന്ധുക്കളായിരുന്നു ഇവർ. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ബേണിൽ അദ്ദേഹം താമസിക്കുന്നു. അവിടുത്തെ ആർ നദിക്കരയിലെ അപ്പാർട്ട്മെന്റിലാണ് താമസം. ആർനദിയൊഴുകും ബേൺ അകലത്തഴകഴുമാൽ, ആർനദിയൊഴുകും ബേൺ അകലത്തഴകഴുമാൽ, കണ്ടുകുളിർ കൊണ്ടു ശാസ്ത്രവിശാരദനായി, കണ്ടുകുളിർ കൊണ്ടു ശാസ്ത്രവിശാരദനായി. ആർനദിയൊഴുകും ബേൺ അകലത്തഴകഴുമാൽ, കണ്ടുകുളിർ കൊണ്ടു ശാസ്ത്രവിശാരദനായി. 1909 സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൂറിച്ചിൽ ഐൻസ്റ്റൈൻ തിയറിറ്റിക്കൽ ഫിസിക്സിൽ പ്രൊഫസറായി. അവനൊരു പ്രൊഫസറാകും എന്ന് പറഞ്ഞത് തന്റെ അമ്മ മാത്രം. അതിതാ സത്യമായിരിക്കുന്നു. സൂറിച്ച് മിലേവയുടെ നാടാണ്. അവിടെ ജോലി കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. ആൽബർട്ട് നന്നായി ഡ്രസ് ചെയ്ത് വേണം ജോലിക്ക് പോവാൻ. മിലേവ, അതിലൊക്കെ എന്തിരിക്കുന്നു? ഐൻസ്റ്റൈന് ബാഹ്യമോടികളിൽ വിശ്വാസമില്ല. പ്രൊഫസറായത് തന്റെ ഏകാന്ത ചിന്തയുടെയും മൗനത്തിന്റെയും സമയം കവർന്നു. പഠിപ്പിക്കാൻ തയ്യാറെടുക്കുക, പിന്നെ പഠിപ്പിക്കുക. ഇത് കഴിഞ്ഞ് ഏകാന്ത തപസ്സിന് സമയം കഷ്ടി. ഇത് അന്യസ്ഥലങ്ങളിലെ പ്രഭാഷണങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നു. ശാസ്ത്ര സമൂഹത്തിൽ ഐൻസ്റ്റൈന്റെ ഖ്യാതി പരന്നു. ലോകത്തിന്റെ പല ഭാഗത്തേക്കും ക്ഷണം ലഭിച്ചു. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ചർച്ചകൾക്ക് പ്രഗത്ഭന്മാരെത്തുന്നു. തന്റെ പ്രഭാഷണത്തിന് കാതോർക്കാൻ പ്രഗത്ഭരും പ്രശസ്തരും എത്തിച്ചേരുന്നു. പ്രഗത്ഭമതികൾ മനീഷികൾ പ്രഭാഷണ ശ്രോതാക്കൾ, പ്രഗത്ഭമതികൾ മനീഷികൾ പ്രഭാഷണ ശ്രോതാക്കൾ. മാഡം ക്യൂരി പാരീസിൽ ബ്രസൽസിലെത്തി പ്ലാൻ, മാഡം ക്യൂരി പാരീസിൽ ബ്രസൽസിലെത്തി പ്ലാൻ, ബ്രസൽസിലെത്തി പ്ലാൻ. ലോക പ്രശസ്തിയുടെ പടവുകളേറി ഐൻസ്റ്റൈൻ.
ചെക്കോസ്ലൊവാക്യൻ തലസ്ഥാനമായ പ്രേഗിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയമിതനായി. തന്റെ ഔദ്യോഗിക പ്രവർത്തനം കുട്ടികളെ പഠിപ്പിക്കലാണ്. ആത്മാർത്ഥതയോടെ അത് നിർവഹിച്ചു. ഒപ്പം ഗവേഷണവും ചിന്തയും അദ്ദേഹം തുടർന്നു. പുരുഷാന്തരങ്ങൾ തൻ വിജ്ഞാന വിശ്വാസ പരിണാമരൂപ പരമ്പരകൾ. പുരുഷാന്തരങ്ങൾ തൻ വിജ്ഞാന വിശ്വാസ പരിണാമരൂപ പരമ്പരകൾ. പുതിയ സയൻസിന്റെ നിർമ്മാണശാലയിൽ കതിർമണ്ഡപങ്ങൾ ഒരുക്കി നിന്നു. പുതിയ സയൻസിന്റെ നിർമ്മാണശാലയിൽ കതിർമണ്ഡപങ്ങൾ ഒരുക്കി നിന്നു. പുരുഷാന്തരങ്ങൾ തൻ വിജ്ഞാന വിശ്വാസ പരിണാമരൂപ പരമ്പരകൾ. സൂറിച്ചിലെ പോളിടെക്നിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രൊഫസറായി അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു. അങ്ങനെ 1912 വീണ്ടും സൂറിച്ചിലെത്തി. പോളിടെക്നിക് യൂണിവേഴ്സിറ്റിയിൽ താൻ പഠിച്ച സ്ഥാപനത്തിൽ. അവിടെ തന്നെ ഇകഴ്ത്തി സംസാരിച്ച പ്രൊഫസർമാർ പലരുമുണ്ട്. അവരുടെ ഇടയിൽ പൂർവാധികം ബഹുമാന്യനായി ഐൻസ്റ്റൈൻ മടങ്ങിയെത്തി. പഴയ മാർഷൽ അവിടെയുണ്ട്. പേറ്റന്റ് ഓഫീസിൽ ജോലി വാങ്ങിത്തന്ന പ്രിയപ്പെട്ട മാർഷൽ. അവർ കണ്ടപ്പോൾ ആശ്ലേഷബദ്ധരായി. എത്ര നാളായടാ ആൽബർട്ടെ കണ്ടിട്ട്? പക്ഷേ വാർത്തകളിൽ മിക്കപ്പോഴും നീ ഉണ്ടല്ലോ. പോരെങ്കിൽ എൻ്റെ മനസ്സ് നിറയെയും നീയുണ്ട്. ആൽബർട്ടിന്റെ കണ്ണു നിറഞ്ഞു. എടാ മാർഷൽ, എൻ്റെ പടവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ സ്നേഹമാണ്. അതാണ് എന്നെ ഇത്രയും വരെ എത്തിച്ചത്. മാർഷലിന്റെ സാന്നിധ്യം എപ്പോഴും ഐൻസ്റ്റൈൻ ആശ്വാസമായി പകർന്നിട്ടുള്ളൂ. മാർഷൽ നല്ലൊരു ഗണിതശാസ്ത്രജ്ഞനാണ്. ഐൻസ്റ്റൈന് കണക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഗോഡ് ഡസ് നോട്ട് കെയർ അബൌട്ട് അവർ മാത്തമാറ്റിക്കൽ ഡിഫിക്കൽറ്റീസ്. പക്ഷേ മാർഷൽ ഐൻസ്റ്റൈന് കണക്കിൽ സഹായിയായി. പോരെങ്കിൽ മിലേവയും മോശമല്ല. സൂറിച്ചിലെത്തി അധികം കഴിഞ്ഞില്ല. ജർമ്മനിയിലെ പ്രഷ്യൻ അക്കാഡമി ഓഫ് സയൻസസിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. ജൂതവംശക്കാരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സ്വന്തം നാട്ടിൽ ജർമ്മനിയിലെ ബെർലിനിലേക്ക് ജൂതവംശജനായ ഐൻസ്റ്റൈന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും പോകണം. പ്രഷ്യൻ അക്കാഡമിയിൽ പ്രൊഫസറായല്ല, അംഗമായിട്ടാണ്. മനനത്തിനും ചിന്തയ്ക്കും ഗവേഷണത്തിനും പറ്റിയ സ്ഥാനം. പോകാതെ വയ്യ. പക്ഷേ മിലേവ ഇടഞ്ഞു. ആൽബർട്ടിന് എന്താ ഭ്രാന്തുണ്ടോ? എന്തേ മിലേവ അങ്ങനെ ചോദിച്ചത്? അല്ല, കൂടെ കൂടും കൊടുക്കുകയും പെറുക്കി കൂടുമാറ്റുന്നത് കൊണ്ട് ചോദിച്ചതാ. ബേൺ, പിന്നെ പ്രേഗ്, പിന്നെ സൂറിച്ച്, പിന്നെ ഇപ്പൊ ജർമ്മനി. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. മിലേവ, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്റെ രീതികൾക്ക് ചേർന്നൊരു ഓഫറാണ്. മനസ്സിലാക്ക് നീ. എന്ത് മനസ്സിലാക്കാൻ? മിലേവ, നീ ഒരു ശാസ്ത്രജ്ഞയല്ലേ? ആഹാ, ആൽബർട്ട് ഇപ്പൊ എന്നെ കളിയാക്കലും തുടങ്ങി. ഞാൻ ശാസ്ത്രജ്ഞയാണ് പോലും. മിലേവ, എന്ത് മിലേവ? നിങ്ങളുടെ ശാസ്ത്രമൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ നാട് വിട്ടു വരാൻ ഞാൻ ഒരുക്കമല്ല. ആദ്യകാലങ്ങളിൽ മിലേവ ഐൻസ്റ്റൈന്റെ ഗണിത പ്രശ്നങ്ങളിൽ സഹായം നൽകിയവളായിരുന്നു. പക്ഷേ അവൾ അമ്മയായതിനു ശേഷം ഐൻസ്റ്റൈൻ പറന്നുയർന്ന ഉയരങ്ങളെ ചിന്ത കൊണ്ട് തൊടുവാൻ പോലും മിലേവയ്ക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിഷയങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്ന് ഭാവിക്കാൻ പോലും അവൾ തയ്യാറാകാതെ വന്നിരിക്കുന്നു. ഐൻസ്റ്റൈന്റെ മുഖം ചുവന്നു തൊടുത്തു. മിലേവ, എനിക്ക് ജർമ്മനിയിൽ പോകാതെ പറ്റില്ല. പോന്നെങ്കിൽ പോകണം, തന്നെത്താൻ പോകണം. ഞാനും എൻ്റെ മക്കളും വരില്ല. അപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നാണോ നീ പറയുന്നത്? അതെ, പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. ഞാനുമില്ല, എൻ്റെ മക്കളുമില്ല. എവിടെ വേണേലും പൊയ്ക്കോ. പോയി തൊലഞ്ഞോ. ഐൻസ്റ്റൈൻ വകവയ്ക്കാതെ പോയി. പിന്നെ അവർ ഒന്നിച്ചില്ല. ഐൻസ്റ്റൈൻ ഒറ്റയ്ക്ക് ജർമ്മനിയിലെത്തി. സ്വന്തം നാടും പ്രദേശങ്ങളും വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരു അനുഭൂതി വിശേഷത്തിലാണ് ഐൻസ്റ്റൈൻ. അമ്മയെ കണ്ടു. അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ ഒറ്റപ്പെങ്ങൾ മായ അവിടെയുണ്ട്. അമ്മ മായോടൊപ്പമാണ് താമസം. അമ്മ പറഞ്ഞു, മോനെ ആൽബി, റൂഡിമാമനെ ചെന്ന് കാണണം. റൂഡിമാമന്റെ വീട്ടിൽ ആൽബർട്ട് ചെന്നു. കുട്ടിക്കാലത്ത് തന്നേക്കാൾ മിടുക്കും ചുണയും കാട്ടി പേരെടുത്ത എൽസ, റൂഡിമാമന്റെ മകൾ, അവിടെയുണ്ട്. അവൾ ഇന്ന് വിധവയാണ്. 2 പെൺകുട്ടികളുടെ അമ്മയാണ്. കാലമേൽപ്പിച്ച വരകളും ദൈന്യഭാവങ്ങളും അവളുടെ മുഖത്തുണ്ട്. ഐൻസ്റ്റൈന് മനസ്സിൽ ആർദ്രമായൊരു സഹതാപമാണ് അവളോട് തോന്നിയത്. അവൾക്ക് ഐൻസ്റ്റൈനെ കണ്ടപ്പോൾ ഒരു പുത്തൻ ഉന്മേഷം. അദ്ദേഹത്തിന് ഭക്ഷണം ഒരുക്കാൻ അവൾക്ക് 100 മനസ്സ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിഭവങ്ങൾ അവളുടെ ഓർമ്മയിലുണ്ട്. പോർക്ക് കൊത്തിയെരിഞ്ഞ് സോസേജ് ആക്കിയത് ഐൻസ്റ്റൈന് വളരെ പ്രിയപ്പെട്ടതാണ്. വൈകുന്നേരം ചായക്ക് കോഫി ഫ്ലേവറുള്ള കേക്ക്. എൽസ കൊടുത്ത കേക്ക് കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മച്ചി ഉണ്ടാക്കുന്ന കേക്കിന്റെ രുചി, അതേ രുചി.
അപ്പോൾ എൽസ പറഞ്ഞു, ആൽബി എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പോളീൻ അപ്പച്ചിയാ എനിക്ക് ഈ ചേരുവകൾ പറഞ്ഞു തന്നത്. അവളുടെ വൈധവ്യം പറന്നതുപോലെ വർഷങ്ങൾക്ക് ശേഷം റൂഡിമാമന്റെ വീട് സംഗീത സാന്ദ്രമായി. നുകരൂ 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 ജീവിത മാധുരി നുകരൂ, നുകരൂ 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 ജീവിത മാധുരി നുകരൂ. പിടർന്ന പൂവുകൾ വിരുന്നൊരുക്കി പുലർദിന സാന്ധ്യ മനോഹരികൾ. പിടർന്ന പൂവുകൾ വിരുന്നൊരുക്കി പുലർദിന സാന്ധ്യ മനോഹരികൾ. നുകരൂ 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 ജീവിത മാധുരി നുകരൂ. ഐൻസ്റ്റൈനെ അവൾ യാത്രയാക്കി. ഐൻസ്റ്റൈൻ മിക്ക ദിവസങ്ങളിലും എൽസയെ കാണാൻ ചെന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൽസയുടെ കൈപുണ്യം ഐൻസ്റ്റൈനെ കീഴടക്കി. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല ഫാഷൻ എല്ലാം എൽസ ഐൻസ്റ്റൈന് നൽകി. താൻ ആഗ്രഹിച്ച ചിന്താശാന്തമായ അന്തരീക്ഷത്തിന് വർണ്ണാഭ ചാർത്തുന്നതായിരുന്നു എൽസയുടെ പരിചരണം. ഐൻസ്റ്റൈൻ കാഴ്ചയിൽ ചുവന്നു തുടുത്തു. എൽസയുടെ ഈ പരിചരണവും സ്നേഹവും ഐൻസ്റ്റൈന്റെ ജീവിതത്തിലെ രണ്ടാം പങ്കാളിയാക്കി അവളെ മാറ്റി. ഒന്നാം ലോകമഹായുദ്ധം സർവവിനാശകരം യുദ്ധം. ഒന്നാം ലോകമഹായുദ്ധം സർവവിനാശകരം യുദ്ധം. ജർമ്മൻ കുൽസിത നിലപാടിൽ യുദ്ധം മുറുകി ശമം കൊന്നു. ജർമ്മൻ കുൽസിത നിലപാടിൽ യുദ്ധം മുറുകി ശമം കൊന്നു. ഒന്നാം ലോകമഹായുദ്ധം സർവവിനാശകരം യുദ്ധം. ഒന്നാം ലോകമഹായുദ്ധം സർവവിനാശകരം യുദ്ധം. ജർമ്മനിയുടെ സൈനിക നടപടികളും നിലപാടുകളും കുൽസിതങ്ങളായിരുന്നു. അവയെ സാധൂകരിക്കാൻ ജർമ്മൻ അധികാരികൾ ജർമ്മൻ കലാകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും കൊണ്ട് പ്രസ്താവനയിൽ ഒപ്പുവയ്പ്പിച്ച് പ്രസിദ്ധീകരിച്ചു. 92 പേർ ഒപ്പിട്ട പ്രസ്താവന ഐൻസ്റ്റൈനോട് ഒപ്പിട്ട് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഐൻസ്റ്റൈൻ വ്യക്തമായി പറഞ്ഞു, സാധ്യമല്ല, ഇതിലും ഭേദം സ്വയം ചിതറിപ്പോകുന്നതാണ് നല്ലത്. 1915 ആൽബർട്ട് ഐൻസ്റ്റൈന്റെ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു. ഗുരുത്വാകർഷണവും ത്വരിത ചലനവും സമാന ധർമ്മങ്ങളാണ്. ഭൂമി കാന്തിക ശക്തിയാൽ തന്നിലേക്ക് ആകർഷിച്ച് വലിച്ചെടുക്കുന്ന വസ്തുവിന് തുല്യമായ അവസ്ഥയാണ് ഏകതാനമല്ലാത്ത വേഗത്തിൽ അഥവാ വർദ്ധിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ അവസ്ഥയും. മറ്റൊരു സംഭാവനയാണ് നാലാം മാനം അഥവാ ഫോർത്ത് ഡയമെൻഷൻ. സ്ഥലമാനങ്ങളായ നീളം, വീതി, പൊക്കം എന്നീ ത്രിമാനങ്ങളെ നമുക്കറിയാം. നാലാം മാനം സമയമാണ്. ത്രിമാനങ്ങളിൽ കൂടി മുമ്പോട്ടോ പുറകോട്ടോ മുകളിലേക്കോ താഴേക്കോ ഇടത്തേക്കോ വലത്തേക്കോ നമുക്ക് നീങ്ങാം. എന്നാൽ നാലാം മാനമായ സമയത്തിൽ കൂടി നമുക്ക് മുമ്പോട്ട് മാത്രമേ നീങ്ങാൻ കഴിയൂ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഐൻസ്റ്റൈന് ക്ഷണം ലഭിക്കുന്നു. പ്രഭാഷണങ്ങൾക്ക് മുഖ്യാതിഥ്യം വഹിക്കാൻ എന്ന് വേണ്ട, അദ്ദേഹത്തിന് ചാക്ക് കണക്കിന് എഴുത്തു വരും. എൽസ കത്തുകൾ എല്ലാം പരിശോധിക്കും. കത്തുകൾ സെലക്ട് ചെയ്ത് കഴിവതും മറുപടി എഴുതും. പോരാത്തതിന് ഐൻസ്റ്റൈൻ നേരിട്ട് എഴുതും. 1919 ഒരു സൂര്യഗ്രഹണമുണ്ടായി. അത് ആഫ്രിക്കയിൽ ദൃശ്യമായിരുന്നു. അതിന് 2-3 വർഷം മുമ്പ് ഐൻസ്റ്റൈൻ മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് പ്രകാശരശ്മികളുടെ വക്രണം അഥവാ ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ്. സൂര്യനെ പോലെ ഗുരുത്വാകർഷണ ശേഷിയുള്ള ഒരു കേന്ദ്രത്തിനടുത്തുകൂടി പ്രകാശം കടക്കുമ്പോൾ അത് വളയും എന്ന് ഐൻസ്റ്റൈൻ സിദ്ധാന്തിച്ചു. ഒരു ആംഗുലർ സെക്കൻഡ് വളയും. ഒരു സൂര്യഗ്രഹണം ഉണ്ടാവേണ്ടിയിരുന്നു ഇത് തെളിയിക്കാൻ. ഇതാ സൂര്യഗ്രഹണം. ചന്ദ്രൻ സൂര്യനെ മറച്ച് അല്പനേരം ഇരുട്ടു പരത്തുന്ന പ്രതിഭാസം. ഐൻസ്റ്റൈൻ സിദ്ധാന്തിച്ചത് അങ്ങനെ ശരിയാണെന്ന് തെളിഞ്ഞു. 1921 ഒരു തണുത്ത പ്രഭാതം റോട്ടർഡാം എന്ന കപ്പൽ ന്യൂയോർക്കിൽ അടുത്തു. അതിലിരുന്ന് അവിടുത്തെ സ്വാതന്ത്ര്യ പ്രതിമ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നോക്കിക്കാണുകയാണ് ഐൻസ്റ്റൈൻ. മൂടൽ മഞ്ഞലച്ചാട്ടിൽ സ്വാതന്ത്ര്യ രൂപലാവണ്യമാ മങ്ങും നീലവാനത്തിലെ നല്ല കാഴ്ചയായി തീർന്നിതേ. ആ കപ്പലെടുത്തു. ഐൻസ്റ്റൈൻ ഇറങ്ങി. പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും ചുറ്റും കൂടി. ക്യാമറ കണ്ണു പോസുകൾക്കൊപ്പം ഒപ്പിയൊപ്പി നിന്നു. ക്യാമറ കണ്ണു പോസുകൾക്കൊപ്പം നിന്നു. മണ്ട ചോദ്യങ്ങൾ കൊണ്ട് മാധ്യമക്കൂട്ടം അവിടെ നിന്നു. മണ്ട ചോദ്യങ്ങൾ കൊണ്ട് മാധ്യമക്കൂട്ടം അവിടെ നിന്നു. മൂടൽ മഞ്ഞലച്ചാട്ടിൽ സ്വാതന്ത്ര്യ രൂപലാവണ്യമാ
മങ്ങും നീലവാനത്തിലെ നല്ല കാഴ്ചയായി തീർന്നിതേ. ചുറ്റും കൂടിയ പത്രക്കാർ ചോദിച്ചു, അങ്ങേക്ക് അമേരിക്ക ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഞാൻ വന്നതല്ലേ ഉള്ളൂ. ആപേക്ഷിക സിദ്ധാന്തം അങ്ങ് ഒറ്റ വാക്യത്തിലൊന്ന് പറഞ്ഞു തരാമോ? ക്ഷമിക്കണം, സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അങ്ങയുടെ തിയറിയിൽ ഭ്രമിച്ചിരിക്കുന്നത്? അതെനിക്കറിയില്ല. പക്ഷേ ഒരു സത്യം പറയാം, എവരിബഡി ലൈക്സ് മീ ബട്ട് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് മീ. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല. സ്ത്രീകളാണല്ലോ ആപേക്ഷിക സിദ്ധാന്തത്തിൽ ഭ്രമിച്ചിരിക്കുന്നത്. അതെ അതെ, അതാണ് ലേറ്റസ്റ്റ് ഫാഷൻ. സ്ത്രീകൾക്ക് ലേറ്റസ്റ്റിനോടാണല്ലോ ഭ്രമം. ആപേക്ഷിക സിദ്ധാന്തത്തിനപ്പുറം വലുതായി അങ്ങക്ക് എന്തെങ്കിലും ഉണ്ടോ? ആര് പറഞ്ഞു ആപേക്ഷിക സിദ്ധാന്തം മഹത്തരമാണെന്ന്? ഹ്യൂമാനിറ്റി കംസ് ബിഫോർ സയൻസ്. മനുഷ്യത്വമാണ് ശാസ്ത്രത്തെക്കാൾ വലുത്. Long live, long live, long live Einstein, great Albert Einstein. Long live, long live, long live Einstein, great Albert Einstein. അദ്ദേഹം പോകുന്ന വഴിയുടെ ഇരുവശവും ജനങ്ങൾ കൂടി നിന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നു, ലോങ് ലീവ് ഐൻസ്റ്റൈൻ. ആരാധകരുടെ ആവേശം അലതല്ലി. കൈവീശിയും ചിരിച്ചും അവർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂയോർക്കിലെ സിറ്റി ഹാളിൽ അദ്ദേഹത്തിന് സ്വീകരണമുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് വാറൻ ഹാർഡിംഗ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ വെച്ചാണ് സ്വീകരിച്ചത്. അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്ക് അദ്ദേഹം പോയി. അവിടെയും സ്വീകരണവും പ്രഭാഷണവും ഉണ്ടായിരുന്നു. പക്ഷേ ലണ്ടനിൽ എല്ലാറ്റിനും ഒരു തണുത്ത ഭാവം. ഇംഗ്ലീഷുകാരുടെ ശത്രുവായ ജർമ്മനിക്കാരനെ ക്ഷണിച്ചത് തന്നെ കാര്യം. അതിന്റെ കാരണം അതായിരുന്നു. പക്ഷേ ഐൻസ്റ്റൈന്റെ വിശാല മനസ്സ് ലണ്ടനിലെ സദസ്സിനെ പിടിച്ചടക്കി. സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എളിയവനായ എന്നെ ആദരിച്ച നിങ്ങളുടെ മഹത്വമാണ് ഞാൻ മാനിക്കുന്നത്. ശാസ്ത്ര നഭോമണ്ഡലത്തിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സർ ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹത്തെ പ്രസവിച്ചത് ഗ്രേറ്റ് ബ്രിട്ടനാണ്. ആ ബ്രിട്ടന്റെ മക്കൾ തന്നെ ബ്രിട്ടന്റെ പുണ്യഭൂമിയിൽ വെച്ച് എന്നെയും സ്വീകരിക്കുന്നു. രാജ്യങ്ങളുടെ അതിർത്തികൾ ശാസ്ത്രത്തിനും അത് സംബന്ധമായ അറിവിനും ബാധകമല്ല. അതിരുകളില്ലാത്ത ലോകത്തിനു വേണ്ടിയാണ് ന്യൂട്ടൺ തന്റെ ശാസ്ത്ര സംഭാവനകൾ അർപ്പിച്ചത്. വമ്പിച്ച കരഘോഷമാണ് ആ വാക്കുകൾ വരവേറ്റത്. 1923 അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയത്. അപ്പോൾ ഒരു പ്രധാന സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അഥവാ പ്രകാശവൈദ്യുത പ്രഭാവം ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചതിന് ആൽബർട്ട് ഐൻസ്റ്റൈന് 1922 ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നു. ൂതനെങ്കിലും ഐൻസ്റ്റൈൻ നാടിൻ അഭിമാനോജ്വല താരം. ൂതനെങ്കിലും ഐൻസ്റ്റൈൻ നാടിൻ അഭിമാനോജ്വല താരം. തകർന്ന നാസികൾ അതിന്റെ പേര് പറത്തിയ അഭിമാന കൊടികൾ. തകർന്ന നാസികൾ അതിന്റെ പേര് പറത്തിയ അഭിമാന കൊടികൾ. പറത്തിയ അഭിമാന കൊടികൾ. പറത്തിയ അഭിമാന കൊടികൾ. ഇന്നത്തെ 16 ലക്ഷത്തോളം വരുന്ന രൂപ ഐൻസ്റ്റൈന് കിട്ടി. ബന്ധം വേർപെടുത്തിയ മിലേവയ്ക്കും കുട്ടികൾക്കും ആ മുഴുവൻ തുകയും അദ്ദേഹം അയച്ചു കൊടുത്തു. 1918 നിയമപരമായി ഐൻസ്റ്റൈനും മിലേവയും വേർപെട്ടിരുന്നു. 1929 ഐൻസ്റ്റൈന് 50 വയസ്സ് തികഞ്ഞു. പ്രപഞ്ചത്തിലെ എല്ലാത്തരം ബലവും ഫോഴ്സസ് ഒരേ ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാൻ സാധ്യമാകണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ഒരു സമഗ്ര സിദ്ധാന്തം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അതാണ് ഏകീകൃത ക്ഷേത്ര സിദ്ധാന്തം, അല്ലെങ്കിൽ യൂണിഫൈഡ് ഫീൽഡ് തിയറി. അതിന്റെ പ്രാരംഭ ഭാഗങ്ങൾ 1929 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. തുടർന്ന് പലതവണ അമേരിക്കയിൽ പോയി. ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ എത്തുമ്പോൾ ആരാധകരെ കൊണ്ട് അദ്ദേഹം വലഞ്ഞു. ചിലർക്ക് വിരുന്ന് നൽകണം, കൂടെ ഫോട്ടോ എടുക്കണം, കൂടെ ആഹാരം കഴിക്കണം. പലർക്കും ശാസ്ത്രത്തിന്റെ ABCD പോലും അറിയില്ല. കത്തുകളും സമ്മാനങ്ങളും ഐൻസ്റ്റൈന്റെ മുന്നിൽ കുമിഞ്ഞുകൂടുന്നു. ശാസ്ത്രമറിയുന്നോരും അറിയാത്തോരും ഒരുപോലെ. സതതമാരാധന തിരളും വരങ്ങളരുളുകയായി. ശാസ്ത്രമറിയുന്നോരും അറിയാത്തോരും ഒരുപോലെ. സതതമാരാധന തിരളും വരങ്ങളരുളുകയായി. തത്വവരദാനങ്ങൾ അങ്ങനെ എത്ര സദ്യകളും
ഭാഗ്യമിങ്ങനെ മണ്ണിലാരും നേടിയിട്ടില്ല. തത്വവരദാനങ്ങളങ്ങനെ എത്ര സദ്യകളും ഭാഗ്യമങ്ങനെ മണ്ണിലാരും നേടിയിട്ടില്ല. ശാസ്ത്രമറിയുന്നോരും അറിയാത്തോരും ഒരുപോലെ. 1933 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലറായി. അധികാരം തലയ്ക്ക് പിടിച്ച ഹിറ്റ്ലർ ജൂതരെ തെരഞ്ഞു പിടിച്ചു കൊന്നു. ഐൻസ്റ്റൈൻ ഈ ജർമ്മൻ ക്രൂരതയ്ക്കെതിരായി പരസ്യ പ്രസ്താവനകൾ ഇറക്കി. ഈ അതിക്രമങ്ങൾ അവസാനിക്കണം. കഷ്ടപ്പെടുന്ന ജൂത സഹോദരരെ സഹായിക്കാൻ അദ്ദേഹം പരസ്യമായി ധനശേഖരണത്തിന് വേണ്ടി വയലിൻ കച്ചേരി നടത്തി. ഇത് നാസികളെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിന് നാസികളുടെ ഭീഷണിയും ഊമക്കത്തുകളും കിട്ടി. അദ്ദേഹം ഒരു ദിവസം താമസ സ്ഥലത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം. വാതിൽ ചവിട്ടി പൊളിച്ച് കുറെ പേർ അകത്ത് കയറി. തെറി വിളിക്കുന്നു. തെറി, ഇറങ്ങടാ ഇറങ്ങടാ, ജൂതപ്പട്ടി ജൂതപ്പട്ടി. സാധന സാമഗ്രികൾ തല്ലി തകർക്കുന്നു. ആ അക്രമികൾ എവിടേക്കോ ഓടി മറഞ്ഞു. അടുത്ത ദിവസം ഐൻസ്റ്റൈൻ ജർമ്മനിക്ക് ഒരു കത്തെഴുതി. ജർമ്മനിയിലെ പ്രഷ്യൻ അക്കാഡമി ഓഫ് സയൻസസിൽ നിന്ന് എന്റെ അംഗത്വം ഞാൻ രാജിവെക്കുന്നു. മേലാൽ ഞാൻ ജർമ്മനിയിലേക്ക് വരികയുമില്ല. ജർമ്മൻകാർ അദ്ദേഹത്തെ വിളിച്ചു രാജ്യദ്രോഹി, രാജ്യദ്രോഹി, രാജ്യദ്രോഹി. അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ പ്രിൻസ്റ്റൺ തെരുവിനരികിൽ അദ്ദേഹം സ്ഥിരതാമസമാക്കി. ജീവിത സഖി എൽസ ഒപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൗഢിയും പ്രശസ്തിയും അവളോടൊപ്പമാണ് വന്നത്. 1934 ആയപ്പോഴേക്ക് എൽസ രോഗിണിയായി. അവൾ അവശയായി. 1936 എൽസ മരിച്ചു. 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇക്കാലത്ത് പ്രിൻസ്റ്റണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതിന്റെ ചുമതലക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ഈ സ്ഥാപനത്തിന്റെ നല്ല നടത്തിപ്പിന് അങ്ങയ്ക്ക് വേണ്ട അധിക സൗകര്യ സാമഗ്രികൾ എന്തൊക്കെയാണ്? ഐൻസ്റ്റൈൻ പറഞ്ഞു, എഴുതാൻ പേപ്പറും പേനയും, വെച്ചെഴുതാൻ മേശ, ഇരിക്കാൻ കസേര, പിന്നെ ഒരു ചവറ്റുകൊട്ട. എന്തിനാണ് ചവറ്റുകൊട്ട? എഴുതി തെറ്റുന്ന കടലാസുകൾ ഇടാൻ. ഞാൻ ധാരാളം തെറ്റുകൾ വരുത്താറുണ്ട്. ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ഉപോൽപ്പന്നമാണ് ദ്രവ്യ ഊർജ സമീകരണം. E=mc². 1 ഗ്രാം ദ്രവ്യം ഊർജമാക്കിയാൽ 90 ലക്ഷം കോടി യൂണിറ്റ് ഊർജമാകും. ഈ സമീകരണം ആറ്റം ബോംബിന്റെ സൈദ്ധാന്തിക അടിത്തറയാണ്. തങ്ങൾക്കേറ്റ പരാജയത്തിന് പകരം വീട്ടാൻ ഇതിനിടെ ജർമ്മനി ഒരുങ്ങുകയായിരുന്നു. അതിന് ആണവ ആയുധ ഗവേഷണം നടത്തുകയായിരുന്നു അവർ. ഒരു ദിവസം ചാൻസലറായ ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു, വീമ്പിളക്കി, ലോകത്തെ ഭസ്മമാക്കാൻ കെൽപ്പുള്ള ഒരു രഹസ്യായുധം ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ലോകത്തുള്ള മിടുക്കന്മാരെല്ലാം സൂക്ഷിച്ചോ. ഇയാൾ പറഞ്ഞത് സത്യമാണോ? സത്യമാണെങ്കിൽ ലോകാവസാനം തന്നെ. ലിയോ സിലാർഡ്, എഡ്വേർഡ് ടെലർ എന്നീ ശാസ്ത്രജ്ഞർ അമേരിക്കയിലെത്തി ഐൻസ്റ്റൈനെ കണ്ടു. സാർ, അങ്ങുടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിനെ കാണണം. എന്തിന്? ജർമ്മനിയുടെ പ്രഖ്യാപനം കേട്ടില്ലേ? ഒരുപക്ഷെ അവർ ആറ്റം ബോംബ് നിർമ്മിച്ചാൽ പിന്നെ ഈ ലോകം ബാക്കി കാണുമോ? അവർ ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് മുമ്പ് അമേരിക്ക അതുണ്ടാക്കണം. ജർമ്മനിയെ ഭയപ്പെടുത്തി നിർത്തണം. ഡിറ്ററൻസ്. സിലാർഡ്, താങ്കൾ പറയുന്നത് കാര്യമാണ്. ശരി, ഞാൻ പ്രസിഡന്റിനെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്താം. ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രസിഡന്റിന് കത്തയച്ചു. 1 അല്ല 4 കത്തുകൾ. കാര്യങ്ങൾ വിശദീകരിച്ചെഴുതിയത് റൂസ്വെൽറ്റിന് ബോധ്യപ്പെട്ടു. നടപടികൾ ആരംഭിച്ചു. ഐൻസ്റ്റൈൻ ആറ്റം ബോംബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ സതുദ്ദേശം റൂസ്വെൽറ്റ് ഉൾക്കൊണ്ടു. ജർമ്മനിയെ ഭയപ്പെടുത്തി നിർത്തണം. പക്ഷേ ഒരു നിർഭാഗ്യമുണ്ടായി. റൂസ്വെൽറ്റ് മരിച്ചു. പുതിയ പ്രസിഡന്റ് ലാരി ട്രൂമാൻ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുകാരനായിരുന്നു. അധികാരമേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ കൂടുതൽ ധൃതിയിൽ അദ്ദേഹം ആറ്റം ബോംബ് ഉണ്ടാക്കി. 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ എന്ന പട്ടണത്തിന് മീതെ ഒരു അമേരിക്കൻ വിമാനം ചുറ്റിപ്പറക്കുകയാണ്. ഹിരോഷിമ സ്കൂളുകൾ നിറഞ്ഞ പട്ടണമാണ്. വിമാനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ സ്കൂൾ അധികൃതർ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഇത് നമ്മുടെ വിമാനമാണല്ലോ, ജപ്പാന്റെ വിമാനമാണല്ലോ, ജപ്പാന്റെ കൊടിയടയാളമുണ്ട്. നമ്മുടെ വിമാനം തന്നെ ഭക്ഷണ പാക്കറ്റ് ഇടാൻ വന്നതാവും. ഒരു കാര്യം ചെയ്യാം, സ്കൂൾ ബെല്ലടിച്ചു വിടാം. കുട്ടികൾക്ക് ഭക്ഷണപ്പൊതികൾ എടുക്കാൻ അത് സൗകര്യമായിരിക്കും. പിന്നെ വൈകിയില്ല, സ്കൂൾ ബെൽ മുഴങ്ങി. കുഞ്ഞുങ്ങൾ ആർത്തു വിളിച്ച് പുറത്തിറങ്ങി, ഹായ് ഹായ്, നമ്മുടെ വിമാനം, നമ്മുടെ വിമാനം.
ജപ്പാന്റെ കൊടിയടയാളം കൃത്രിമമായി ഘടിപ്പിച്ച അമേരിക്കൻ വിമാനമായിരുന്നു. ആ വിമാനത്തിൽ സംഹാരശേഷിയുള്ള ഒരു പൊതിയുണ്ടായിരുന്നു, ആദ്യത്തെ ആറ്റം ബോംബ് ലിറ്റിൽ ബോയ്. ആ വിമാനത്തിന്റെ പൈലറ്റ് മറ്റു വൈമാനികരോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ ആദ്യത്തെ ആറ്റം ബോംബ് ഇടാൻ പോവുകയാണ്. കർശനമായ ഒരു നിർദ്ദേശം നമ്മൾ എല്ലാവരും പാലിക്കണം. ഈ ബോംബ് താഴേക്കിട്ടാൽ ക്രൂവിലുള്ള ഒരാളും താഴേക്ക് നോക്കരുത്. അത്തിഖണ്ഡങ്ങളെ കൊണ്ടു നിറഞ്ഞുപോയി അതാപമായി നിന്നൊരാകാശവീഥികൾ. അന്തിമശ്വാസം വലിച്ചു മുറിപ്പെട്ടു നൊന്തുകിടന്നു പിടഞ്ഞ സമീരണൻ. ലക്ഷോപലക്ഷം ജീവഹാനി. തീർന്നില്ല, അമേരിക്കയുടെ ക്രൂരത തീർന്നില്ല. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നാഗസാക്കിയിലും ബോംബിട്ടു. ഫാറ്റ് മാൻ, അതായിരുന്നു ആ ബോംബിന്റെ പേര്. ഒരിക്കൽ രവീന്ദ്രനാഥ ടാഗോറിനെ കണ്ടപ്പോൾ ഐൻസ്റ്റൈൻ അദ്ദേഹത്തോട് ചോദിച്ചു, ടാഗോർ, താങ്കൾ ഈ ലോകത്ത് നിന്ന് വേർപെടുത്തിയാണോ ഈശ്വരനെ വിശ്വസിക്കുന്നത്? ടാഗോർ പറഞ്ഞു, അപ്രമേയമായ മനുഷ്യ വ്യക്തിത്വത്തിന് ഉൾക്കൊള്ളാനാകാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ച സത്യം മനുഷ്യൻ സാക്ഷാത്കരിക്കുന്ന സത്യം തന്നെയാണ്. ടാഗോർ, ഒരു സംശയം. മനുഷ്യാശ്രയമായ അല്ലെങ്കിൽ മനുഷ്യൻ കൂടി ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം, അതൊരു സങ്കല്പം. രണ്ടാമത്തേത് മനുഷ്യരഹിതമായ പ്രപഞ്ചം. ഇതിലേതാണ് ശരി? മിസ്റ്റർ ഐൻസ്റ്റൈൻ, മനുഷ്യനുമായി പ്രപഞ്ചം ചേർച്ചയിലാണെങ്കിൽ ആദ്യന്തഹീനമായ ശക്തിയായി, ഈശ്വരനായി നാം അറിയുന്നു. നാം സൗന്ദര്യമായി അത് അനുഭവിക്കുന്നു. സത്യവും സൗന്ദര്യവും മനുഷ്യനിൽ നിന്ന് സ്വതന്ത്രമല്ലേ മിസ്റ്റർ ടാഗോർ? അല്ല. ടാഗോർ, സൗന്ദര്യത്തിന്റെ കാര്യം ഞാൻ സമ്മതിക്കുന്നു. സത്യം, ശാസ്ത്ര സത്യം മനുഷ്യനില്ലെങ്കിലും സത്യമായി ഇവിടെ ഉണ്ടാകും. അത് ശരി തന്നെ മിസ്റ്റർ ഐൻസ്റ്റൈൻ. മനുഷ്യ വിമുക്തമായ സത്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ടാഗോറിന്റെ ഈ വേദാന്തം ഐൻസ്റ്റൈനെ ഉത്തരം മുട്ടിച്ചു. വേദരാജ്യത്തിൻ വരിട്ട സന്താനമേ, വേദാന്ത ഗംഗയിൽ ക്രീഡിച്ച ഹംസമേ. വേദരാജ്യത്തിൻ വരിട്ട സന്താനമേ, വേദാന്ത ഗംഗയിൽ ക്രീഡിച്ച ഹംസമേ. വെൽക നീ വിശ്വൈക സാഹിത്യ സാരത്, വെൽക നീ വിണ്ണിൻ വിശുദ്ധ നവാധീത്. വെൽക നീ വിശ്വൈക സാഹിത്യ സാരത്, വെൽക നീ വിണ്ണിൻ വിശുദ്ധ നവാധീത്. ഗീതാമൃതം തൂകർന്ന ദ്വൈത സാരസ ഗീതം ചൊരിഞ്ഞു മറഞ്ഞ ചൈതന്യമേ. വേദരാജ്യത്തിൻ വരിട്ട സന്താനമേ, വേദാന്ത ഗംഗയിൽ ക്രീഡിച്ച ഹംസമേ. ബെർലിനിലെ കബൂത്തിലും പിന്നീട് അവർ ഒരിക്കൽ കൂടി കണ്ടു. അന്ന് വിഷയം പൗരസ്ത്യ പാശ്ചാത്യ സംഗീതങ്ങളായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും ആൽബർട്ട് ഐൻസ്റ്റൈനും നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും 31 ശിശിരകാലത്തിൽ കത്തുകളിത്തിരി കൈമാറി. 31 ശിശിരകാലത്തിൽ കത്തുകളിത്തിരി കൈമാറി. ഗാന്ധിജി സപ്തതി ഗ്രന്ഥത്തിൽ ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും, ഗാന്ധിജി സപ്തതി ഗ്രന്ഥത്തിൽ ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും, ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും, ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും. 1948 ജനുവരി 30 ഐൻസ്റ്റൈൻ എഴുതുന്നു, നമ്മുടെ കാലത്തെ ഏറ്റവും മഹാനായ രാഷ്ട്രീയ പ്രതിഭയാണ് ഗാന്ധിജി. അക്രമവും ഹിംസയുമില്ലാതെ രാജ്യാതീതമായ ശാന്തി സങ്കല്പം സ്ഥാപിച്ച മഹാത്മാവാണ് ഗാന്ധിജി. റേഡിയോയിൽ പെട്ടെന്നൊരു വാർത്ത, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ഐൻസ്റ്റൈന്റെ കയ്യിൽ നിന്ന് പേന മേശപ്പുറത്ത് വീണു. അദ്ദേഹം കസേരയിലേക്ക് ചാഞ്ഞു. താൻ വാഴ്ത്തിക്കൊണ്ടിരുന്ന ദീപം ഇതാ പൊലിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തുടർന്നെഴുതി, ജനതയുടെ കൂറും പിന്തുണയും നേടാൻ കള്ളവും കമ്മട്ടവുമല്ല മാർഗം, ധർമ്മനിഷ്ഠയിലൂടെയുള്ള സഞ്ചാരമാവണം മാർഗം എന്ന് പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം സ്വന്തം സിദ്ധാന്തത്തിന്, അഹിംസാ സിദ്ധാന്തത്തിന് സ്വന്തം ജീവൻ ബലി നൽകി. വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ, വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ. ശ്രേഷ്ഠ മനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു,
ശ്രേഷ്ഠമനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു. വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ. ശ്രേഷ്ഠമനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു. വായ്ത്താരികൾ ചമച്ചു. വായ്ത്താരികൾ ചമച്ചു. നേരിട്ടില്ലെങ്കിലും നിലപാട് കൊണ്ടില്ലെങ്കിലും ആറ്റം ബോംബ് യാഥാർത്ഥ്യമായതിൽ, അതുവഴി ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായതിൽ തനിക്കും പങ്കുണ്ട് എന്ന് സ്വയം വിമർശനപരമായി അദ്ദേഹം ചിന്തിച്ചു. ആ മനസ്സ് വേദനിച്ചു. ആക്രമണോത്സുകമായ ദേശീയ പ്രാദേശിക വികാരങ്ങൾക്ക് കടിഞ്ഞാടിടണം ഐൻസ്റ്റൈൻ ആഗ്രഹിച്ചു. തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ച ഈ ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചു. അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതി, പ്രഭാഷണങ്ങൾ ചെയ്തു. അഭിമുഖ സംഭാഷണങ്ങളിൽ ലോക സമാധാനത്തെ വാനോളം വാഴ്ത്തുകയും അതിനുവേണ്ടി സന്ധിയില്ലാത്ത നിലപാടാണ് തന്റേതെന്ന് സുവ്യക്തമായി പറയുകയും ചെയ്തു. വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ. ശ്രേഷ്ഠമനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു. വായ്ത്താരികൾ ചമച്ചു. വായ്ത്താരികൾ ചമച്ചു. ലോക സമാധാനത്തിന് അദ്ദേഹത്തിന് മാർഗദർശിയായി തീർന്നത് മഹാത്മാഗാന്ധിയാണ്. യുദ്ധവിരുദ്ധ സിദ്ധാന്തത്തെ അഥവാ പസിഫിസത്തെ അധികരിച്ച് അദ്ദേഹം എഴുതുകയും വാദിക്കുകയും ചെയ്തു. 1952 ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയായി ബെൻ ഗൂറിയോൺ ഐൻസ്റ്റൈനെ സന്ദർശിച്ചു. അദ്ദേഹം ഐൻസ്റ്റൈനോട് പറഞ്ഞു, അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനായ യഹൂദ മനുഷ്യനാണ്, അങ്ങ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആകണം. ഐൻസ്റ്റൈന്റെ ഉത്തരം ഒട്ടും വൈകിയില്ല. ക്ഷമിക്കണം മിസ്റ്റർ ബെൻ ഗൂറിയോൺ, രാഷ്ട്രീയമോ മനുഷ്യരെ ഭരിക്കാനോ എനിക്കറിയില്ല. അറിയാവുന്നത് കുറച്ച് കണക്കും ഫിസിക്സുമാണ്. അതുകൊണ്ട് എന്നെ ഒഴിവാക്കുക. പിന്നെ 1955 ഏപ്രിൽ 13 ഇസ്രായേൽ പ്രതിനിധി വീണ്ടും ഐൻസ്റ്റൈനെ കണ്ടുവന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യദിനം വരികയാണ്, അങ്ങയുടെ ഒരു സന്ദേശം കിട്ടണം. സന്ദേശം നൽകാൻ അദ്ദേഹം തയ്യാറായി. ക്യാമറകളും ടേപ്പ് റെക്കോർഡറും ഓണായി. ഐൻസ്റ്റൈൻ പറഞ്ഞു തുടങ്ങി, ഒരു രാജ്യതന്ത്രജ്ഞനും ഭരണാധികാരിയും ശാശ്വത ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ തുനിയുന്നവന്റെ രാഷ്ട്രീയ മരണം ഉറപ്പാണ്. അദ്ദേഹം ചുമച്ചു. അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി. പിന്നെ ഐൻസ്റ്റൈൻ കുഴഞ്ഞു വീണു. ആശുപത്രിയിലായി. 2-3 ദിവസം ബോധമില്ലാതെ ഒരേ കിടപ്പ്. ഏപ്രിൽ 18 പുലർന്നു വരുന്നു. പ്രഭാത കിരണങ്ങൾ ഭൂമിയെ തലോടുന്നു. സമയം മുന്നോട്ട് തന്നെ ഇഴഞ്ഞു. സമയത്തിന്റെ ഈ മാനസവിശേഷത പ്രഖ്യാപിച്ച ആ മഹാന്റെ ശ്വാസം നേർത്തു വന്നു. ആ ശ്വാസം നിലച്ചു. ആ കണ്ണുകൾ അടഞ്ഞു. പൂർത്തിയാകാത്ത അവസാനത്തെ വാചകം, പൂർണ്ണ രൂപമെത്താത്ത യൂണിഫൈഡ് തിയറി, എല്ലാം പൂരിപ്പിക്കാത്ത സമസ്യകളായി. എങ്കിലും കാലം കുതിച്ചെത്ര കാലം കഴിഞ്ഞാലും ഭൂമി തൻ പൊന്മൊഴിയല്ലോ. കാലം കുതിച്ചെത്ര കാലം കഴിഞ്ഞാലും ഭൂമി തൻ പൊന്മൊഴിയല്ലോ. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു.